കേരളത്തിലെ ഒരേ ഒരു ക്ലിഫ് ബീച്ചായ വർക്കലയുടെ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ചില കാഴ്ചകൾ കണ്ടാലോ? വർക്കല വരുന്ന എല്ലാവരും ക്ലിഫും ബ്ലാക്ക് ബീച്ചും ജഡായിപ്പാറയും കണ്ടിട്ട് അങ്ങ് തിരിച്ചു പോകും. എന്നാൽ ഇവിടെ നിന്നൊക്കെ മാറി ഹരിഹരപുരത്തുള്ള ലേക്ക് ഷോർ റിട്രീറ്റ്സ് ബൈ എസ്കേപ്പിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഒരു സ്റ്റേക്കേഷൻ എന്ന ഉദ്ദേശത്തോടെ മാത്രം വന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ ആ എക്സ്പീരിയൻസ് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കസിൻസ് ഒക്കെയായി ഒന്ന് ഒത്തുകൂടാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരിടം എന്നതിലുപരി സത്യത്തിൽ ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് ഞങ്ങൾ അധികം ഒന്നും അന്വേഷിച്ചില്ല. പക്ഷെ അവിടെ എത്തി അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ ആകെ വണ്ടറടിച്ചു പോയി. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സാവൻ. കായൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒതുങ്ങിയ ഒരിടം, എന്നാൽ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന അത്ര വിശാലമായ ലോണും, വലിയൊരു ഊഞ്ഞാലും ചെറിയൊരു മീൻകുളവും മഡ് ബാത്തും സ്ലാക്ക് ലൈനിങ്ങും എല്ലാം ചെയ്യാൻ പറ്റുന്ന അധികം ആർഭാടങ്ങളൊന്നുമില്ലാത്ത പീസ്ഫുൾ ആയ ഒരിടം. നേച്ചർ തെറാപ്പി സെന്റർ എന്നൊക്കെ പറയാം. അമ്മമാർക്ക് വേണ്ടിയുള്ള റിട്രീറ്റ് ആയ വൂം വിസ്പറും ഫുൾ മൂൺ ഗാദറിങ്ങും ഫിറ്റ്സ്കേപ്പ്, ടേക്ക് എ പോസ്റ്റ് തുടങ്ങിയ കമ്മ്യൂണിറ്റീസുമായി ചേർന്ന് ഇവിടെ നടക്കാറുണ്ട്. ടൈനി ലേക്ക് ഹൗസ്, 2 BHK, 1 BHK കോട്ടേജസ്, ഡോർമെട്രി, 10 സ്റ്റേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഫോളോ ചെയ്തും എക്സ്പീരിയൻസ്ഡ് ട്രെയിനറിന്റെ കൂടെയാണ്. ഓരോ കോട്ടേജിന്റെ റേറ്റ്സും പെയ്ഡ് ആയിട്ടുള്ള കയാക്കിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസിന്റെ റേറ്റും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ പേര് സുഫാൻ, ഈ ലേക്ക് ഷോർ റിട്രീറ്റിൻ്റെ കോ ഫൗണ്ടറാണ്. ഒരു ഈ ഇയർ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളിവിടെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തത്. വർക്കല എന്നുള്ള ഡെസ്റ്റിനേഷനിൽ നമുക്കൊരു പ്രോപ്പർട്ടി വേണമെന്നുള്ളത് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഒരു 3-4 വർഷമായിട്ട് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കാലിക്കറ്റ് വയനാട് ബോർഡറുള്ള ആനക്കാമ്പോൽ എന്നുള്ള സ്ഥലത്താണ്. അവിടെ എസ്കേപ്പ് ഡോട്ട് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമ്മളെ 2ാമത്തെ പ്രോപ്പർട്ടിയാണ്. പിന്നെ വർക്കല വരുന്ന ആൾക്കാർക്ക് കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളിവിടുത്തെ സർവീസും പാക്കേജസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നോർമലി വർക്കല വരുന്ന ആൾക്കാർക്ക് ഈ ക്ലിഫ് കാര്യങ്ങൾ മാത്രമായിരിക്കും വന്ന് കണ്ടു പോകുന്നത്. വർക്കല 2 or 3 days സ്പെൻഡ് ചെയ്ത് വർക്കല കുറച്ചുകൂടി ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളെ സർവീസും പാക്കേജസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇഗ്നൈറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ നമ്മളിപ്പോൾ വർക്കലയാണുള്ളത്. വർക്കലയിൽ തന്നെ നമുക്ക് കഴിഞ്ഞ 1 വർഷത്തോളം നമ്മളൊരു ചേഞ്ച് മേക്കേഴ്സ് ആശ്രമം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഒരു സ്പേസ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേഞ്ച് മേക്കേഴ്സ് ആശ്രമിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ചേഞ്ച് മേക്കേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സിന് വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോ വർക്കിംഗ് സ്പേസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്പേസാണ്. ഒരു 1 ലൈനാണ് ഇതിൻ്റെ ഒരു ആശയത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞത്. ഐഡിയലി ഇങ്ങനത്തെ ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ചേഞ്ച് മേക്കേഴ്സ് ആശ്രമം എന്തിനാണ്, ഇങ്ങനത്തെ പ്രോപ്പർട്ടിൻ്റെ നീഡ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ, നമ്മളെ ചുറ്റും ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് സോഷ്യലി ആക്റ്റീവായിട്ടുള്ള മനുഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് മേക്കേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ അവരൊരു ഐഡിയ പിച്ച് ചെയ്യാനും അവർക്ക് ഒരുമിച്ച് വന്നിരുന്ന് കോവർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമുകൾ കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടായി. അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനത്തെ മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു തോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ചേഞ്ച് മേക്കേഴ്സ് ആശ്രമം എന്നുള്ള ഒരു തോട്ട് വരികയും നമ്മൾ ഇവിടെ നടയാറടുത്ത് വർക്കല അടുത്തൊരു പ്രോപ്പർട്ടി പോലെ ഒരു വീട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇഗ്നൈറ്റിൻ്റെ തന്നെ ഒരുപാട് പ്രോഗ്രാംസുകളും ഒരുപാട് ഈവൻറ്റുകളൊക്കെ നമ്മളവിടെ ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. SST പോലുള്ള സ്കൂൾ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ചേഞ്ച് മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് അവരുടെ ഐഡിയ പിച്ച് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഇവൻ്റാണ്. അതുപോലെ ടേക്ക് എ പോസ് ഉണ്ട്. ടേക്ക് എ പോസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ടേക്ക് എ പോസ് ഫ്രം ആർ കെയോസ് അല്ലെങ്കിൽ റഷ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ
വർക്ക് ചെയ്യുന്ന ഒരു റിട്രീറ്റ് ഈവൻ്റ് ആണ്. നമ്മളതുപോലെ ഇങ്ങനത്തെ ഈവൻറ്റുകളും റിട്രീറ്റുകളും ക്യാമ്പുകളും ഫെലോഷിപ്പുകളും ഒക്കെയാണ് ഈ ഓർഗനൈസേഷൻ അണ്ടറിൽ നടക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നേറ്റീവ് എന്ന് പറയുന്ന ഒരു അംബ്രല്ല ഇതിൻ്റെ അണ്ടറിലാണ് ഇപ്പം ഈ ലേക്ക് ഷോർ റിട്രീറ്റ്സും അതുപോലെ എസ്കേപ്സും പിന്നെ ഇനി കോഴിക്കോട് ഒരു ഫാംസും വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടികൾ വരുന്നത് നേറ്റീവ് എന്ന് പറയുന്ന ഒരു തോട്ടിൻ്റെ അണ്ടറിലാണ്. നേറ്റീവ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ലിവിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ലിവിങ് എന്നുള്ളൊരു ആശയത്തിൻ്റെ മേലെ വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡെന്നോ അല്ലെങ്കിൽ ഒരു ഐഡിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളിവിടെ അടുത്ത് തന്നെയായിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് കയറി വരുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, തൂമ്പ് തൊടി എന്ന് പറഞ്ഞിട്ട്. അതായത് അപ്പുറത്തുള്ള കായലിൽ ഉപ്പുവെള്ളം വരുമ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല ഒരു സോഴ്സിൽ നിന്ന് നല്ല കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് തൂമ്പ് എന്ന് പറയുക. അത് പൊതുവെ ഈ കായൽ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ തൂമ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വാട്ടർഫോൾസിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. ഇത് പല ഉറവകളായിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ഇതിൻ്റെ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ട് നമുക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നത്. അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 2 സെപ്പറേറ്റ് ആയിട്ട്. അതുകൂടാതെ കോമൺ ആയിട്ട് കുറച്ച് അധികം വെള്ളം വരുന്ന ഒരു സ്പോട്ടും ദാ അവിടെ ഉണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നിട്ട് ഞങ്ങളിപ്പോൾ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, തോണിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതെല്ലാം മറ്റേ ഈ ഒരു പറമ്പിൻ്റെ ഉള്ളിൽ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല മഴ വരുന്ന സമയത്ത് ഇതുപോലെ കനാലോ അക്കോടിട്ടോ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്. അതിങ്ങനെ നമ്മുടെ ചെങ്കല് പോലത്തെ കല്ലിൽ തട്ടി അങ്ങനെ വരുന്ന വാട്ടർഫോളാണിത് കേട്ടോ. ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഇങ്ങോട്ട് വന്നത് ഫുൾ മറ്റേ നമ്മൾ മെയിൻ റോഡ് വഴിയാട്ടോ വന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു സുഖം, ഭയങ്കര കാറ്റൊക്കെ ആയിട്ട്. ഇനി താഴേക്ക് ഇറങ്ങാൻ പോകുമ്പോഴുള്ള ചില സ്ഥലത്ത്, എല്ലായിടത്തും ഇല്ല, ചിലയിടത്തൊക്കെ ഇങ്ങനെ കുത്തനെയുള്ള ചെങ്കല്ലിൻ്റെ സ്റ്റെപ്പൊക്കെ പോലെയുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ഈ ഒരു തോണിപ്പാറ വാട്ടർഫാൾസ് എന്നുള്ള സാധനം ഇവിടെ ലോക്കലി ഈ ഒരു നാട്ടിലുള്ള ആളുകൾ മാത്രം അറിയുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം കുറച്ച് മുമ്പേ നമ്മൾ മഴക്കാലത്ത് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഈ ഒരു വാട്ടർഫാളിൽ വെള്ളം വരുന്നത്. ഒരു കനാല് ത്രൂ ആണ് ഇതിൻ്റെ ഒരു ഉറവിടം. ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് ഇതിൻ്റെ ഒരു ഉറവിടം വരുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മഴക്ക് മുമ്പാണ് നമ്മൾ ഇവിടെ 2-3 പേര് വരെ ഇവിടുത്തെ ലോക്കൽ പിള്ളേരെ കൂടെ ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് കാണിച്ചു തരും. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു റീല് ഇട്ടു. ആ ഒരു റീല് ക്ലിക്കായി. പിന്നെ ഒരു ഒട്ടനവധി നമ്മളെ പേജിൽ തന്നെ ഒരു 3-4 റീലുകൾ ക്ലിക്കായി. അപ്പം റീല് ത്രൂ ആണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഒരു ക്രൗഡ് നമുക്ക് ഇവിടെ വാട്ടർഫോളിലേക്ക് അത്യാവശ്യം നല്ലപോലെ ആളുകൾ വരുന്നത്. സോ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് പേഴ്സണലി ഉണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾ വരുന്ന ഇത് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെ ആണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോക്കൽ സ്പോട്ടിലേക്ക് എത്തുന്നത്. അതായത് ഗൂഗിൾ പേ പോലും ഇല്ലാത്ത നാടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിൽ വരുന്ന സമയത്ത് അവിടെ ഗൂഗിൾ പേ ഉണ്ട് ആ ചായക്കടയിൽ. അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടാൻ നമ്മളെ റീല് കാരണമായി എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായത് നോർമലി നമ്മൾ ഇങ്ങനെ വാട്ടർഫോൾസ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് മലിനായി കിടക്കലുണ്ട്. പക്ഷെ അതാരും ഇങ്ങനെ കെയർ ചെയ്യില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളും അതായത് നമ്മളെ പ്രോപ്പർട്ടി ഇഗ്നൈറ്റിൻ്റെയും കൂടി ചേർന്നിട്ട് നമ്മളിപ്പോൾ കുറച്ചധികം വേസ്റ്റുകൾ ഇവിടുന്ന് കളക്ട് ചെയ്ത്, കാരണം ഒരുപാട് വേസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ പലരും ഇട്ട് പോകാറുണ്ട്. അപ്പോൾ അത് ഇടാതിരിക്കാനും അത് ശ്രദ്ധിക്കുന്നില്ല, അത് ഇട്ട സാധനങ്ങൾ എടുത്തു വെക്കാനും ശ്രദ്ധിക്കുന്നില്ല. സോ നമ്മളിങ്ങനെ ഗസ്റ്റ് ആയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ ഇത്രത്തോളം നമ്മൾ ഇവിടെ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു, അതായത് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളും ജസ്റ്റ് ഒന്ന് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് മാത്രമാണ്. സോ ഇന്നിപ്പോൾ വന്ന സമയത്ത് നിങ്ങളും നമ്മളെ കൂടെ പാർട്ടായി. ഇതുപോലെ തന്നെ കഴിയുന്ന എല്ലാവരും ഇതേപോലെ തന്നെ ഏത് സ്ഥലങ്ങളിൽ പോയി, ഇവിടെ തന്നെ ആണെന്നില്ല, ഏത് സ്ഥലങ്ങളിൽ പോകണോ അവിടുന്ന് നിങ്ങൾക്ക് പറ്റുന്ന ഒരു എന്താ പറയുക ക്ലീനിങ് സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് നമ്മളെന്ന് ചെയ്താലും നാളെ വേറൊരാൾക്ക് എന്താവും, അതൊരു സാധനം മാതൃകയാവും. സോ നിങ്ങൾ നമ്മളെ പാർട്ടായതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പാണ്. ഇപ്പോൾ തോണിപ്പാറ വാട്ടർഫോൾസിൽ വരുന്ന ആളുകൾ കാരണം ഒരുപാട് കാണാം. കാരണം ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ കൊണ്ട് ഇത്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ ഓരോ ദിവസവും നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കൊണ്ട് പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ക്ലീൻ കാര്യങ്ങൾ ചെയ്യാം. മാക്സിമം അൺക്ലീൻ ആക്കാതൊക്കെ. സോ ഉള്ള കാര്യങ്ങൾ ക്ലീൻ ആക്കാം. ഓ ഇത്രത്തോളം സാധനങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടല്ലേ. കൊള്ളാം. രണ്ട് ദിവസം എല്ലാവരുടെയും കൂടെ അടിച്ചു പൊളിക്കുക എന്നതിലപ്പുറം ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തോണിപ്പാറ വാട്ടർഫോൾസിലേക്കുള്ള ട്രെക്ക് അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു.
ആകെ തിരക്ക് പിടിച്ച് ഓടുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാനോ ഇവിടെ വരിക. കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക എന്നുള്ളത്. ഗ്രൂപ്പായിട്ടോ സോളോ ആയിട്ടോ ഒക്കെ വരാം. ഇവരുടെ ഹീലിംഗ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്.